ഹായ് കൂട്ടുകാരെ, ഇന്ന് നമുക്ക് കുറച്ച് മീൻ കിട്ടി. അപ്പോൾ അമ്മ പറഞ്ഞു നമുക്ക് മീൻ അച്ചാറിടാൻ. അങ്ങനെ മീനെല്ലാം കഴുകി വൃത്തിയാക്കി നമുക്ക് ആവശ്യമുള്ള വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് എല്ലാം അരിഞ്ഞെടുത്ത് കൂട്ടത്തിൽ 2 സ്പൂൺ മുളക് പൊടി, ഉപ്പ്, കുരുമുളക്, മഞ്ഞൾപ്പൊടി എല്ലാം തേച്ച് ഈ മീനകത്ത് പിടിപ്പിച്ച് ഒരു അരമണിക്കൂർ നമ്മൾ ഇത് മാറ്റി വെക്കണം. ഈ മീൻ മാറ്റി വെച്ച് ശേഷം അരമണിക്കൂറിന് ശേഷം നമ്മൾ അടുപ്പ് കത്തിച്ച് പാൻ വെച്ചിട്ട് അതിനകത്തോട്ട് നമ്മൾ നല്ലെണ്ണയാണ് ഒഴിക്കുന്നത്. ആ നല്ലെണ്ണ ഒഴിച്ച് അത് ചൂടാകുന്ന സമയം കൊണ്ട് നമ്മൾ ഈ മീനൊന്നുകൂടെ ഒന്ന് ഇളക്കിയിട്ട് ഇങ്ങനെ സ്പ്രെഡായിട്ട് ഇട്ട് കൊടുക്കണം. എണ്ണ ചൂടായതിന് ശേഷം ഇങ്ങനെ സ്പ്രെഡായിട്ട് ഇട്ട് കൊടുക്കുമ്പോൾ ഇത് തമ്മിൽ ഒട്ടിപ്പിടിക്കത്തില്ല. അതിനാണ് നമ്മളിങ്ങനെ സ്പ്രെഡാക്കി ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ സ്പ്രെഡാക്കി ഇട്ട് കൊടുത്തതിന് ശേഷം അത് ഒരു 2 മിനിറ്റോളം നമ്മൾ ഇളക്കല്ല. 2 മിനിറ്റോളം ഇളക്കാതിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ആ മസാലയെല്ലാം ആ മീനെ പിടിച്ചിരിക്കും, അല്ലെങ്കിൽ ആ എണ്ണയ്ക്കകത്താവും. അങ്ങനെ 2 മിനിറ്റിന് ശേഷം നമ്മൾ മീനെല്ലാം ഇളക്കി നമ്മുടെ ആവശ്യത്തിനുള്ള രീതിയിൽ ഫ്രൈ ചെയ്ത് നമ്മൾ മീനെല്ലാം എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമുക്ക് കഴിക്കാൻ ഒത്തിരി അങ്ങ് കരിഞ്ഞു പോവല്ല, കഴിക്കാൻ പാകത്തിനുള്ള പരുവത്തിൽ ഫ്രൈ ചെയ്ത് ഇടുന്ന ബാക്കി വന്ന എണ്ണയ്ക്കകത്തോട്ട് നമ്മൾ ഇച്ചിരി കടുകും പിന്നെ ഒരു ഇച്ചിരി ഉലുവായി വിട്ട് കടുക് താളിക്കുന്നുണ്ട്. കടുക് താളിച്ച ശേഷം അതിനകത്തോട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ഒരു 3 തണ്ട് കരിയാപ്പിലയും കൂടി ഇട്ട് ചെറിയ മീഡിയം ടു സിമ്മിൽ ഇട്ട് വേണം നമ്മളിതെല്ലാം ചെയ്യാൻ കേട്ടോ. ഈ മീഡിയം ടു സിമ്മിലിട്ട് ഇത് നല്ലപോലെ നമ്മൾ മൂപ്പിച്ചെടുത്ത് നല്ല രീതിയിൽ കുറച്ച് ക്ഷമയൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ പറ്റത്തുള്ളേ. എന്നിട്ട് നല്ലപോലെ മൂപ്പിച്ചെടുക്കണം. നല്ലപോലെ മൂപ്പിച്ച് നമ്മളൊരു നല്ല ടെക്സ്ചറാകണം. അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് പിന്നെ ഇതിനകത്ത് ചേർക്കാൻ വേണ്ടിയിട്ട് കുറച്ച് 3 സ്പൂൺ മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ഇച്ചിരി കുരുമുളക് പൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ എടുക്കണം. അതും കൂടെ ചേർത്ത് ഇത് നല്ലപോലെ കരിയാത്ത രീതിയിൽ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കഴിയുമ്പോൾ നമ്മൾ വറുത്ത് വെച്ച് മീൻ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ചെറിയ തീയിലിട്ട് തന്നെ ഈ മീനും ഈ നമ്മൾ ചേർത്ത ഈ മസാലയും എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് അതിലെല്ലാം പറ്റിപ്പിടിക്കുന്ന രീതിയിൽ ആ മീനിലെല്ലാം പറ്റിപ്പിടിക്കുന്ന രീതിയിൽ നമ്മൾ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. നല്ലപോലെ ഇളക്കി കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള വിനാഗിരിയും കൂടെ ഒഴിച്ച് നമ്മൾ കുറച്ച് നേരം കൂടെ നല്ലപോലെ ഇളക്കി ചെറിയ തീയിലിട്ട് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മീനച്ചാർ ഇവിടെ റെഡി. നമ്മുടെ ഈ മീനച്ചാർ ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യാം.